सरस्वती देवे गौरवाणी निर्विशेष शून्यवादी पाश्चात्यादेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद नमो धन्याय कृष्ण प्रेम प्रदाय कृष्णाय कृष्ण चैतन्य गौरतुष्य नमो नमः वंदेहम श्री गुरु श्रीयुतपदकमलं श्री गुरुन् वैष्णवंश्च श्रीरूपं साग्रजातं सगण रघुनाथान्यतं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्ण चैतन्यदेवं श्रीराधाकृष्णपदान् सगण ललिता श्रीविशाखान्श्च हे हरे कृष्ण कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपीश गोपिकान्त राधाकान्त नमस्ते तप्ताञ्जलि कविराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये ओम ज्ञानतिवृन्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। हरे कृष्ण कृष्ण हरे हरे राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അധ്യായം 2 ശ്ലോകം 37 അപ്പോ ഇന്ന് 2:37 ശ്ലോകം. പൃഥ്വീയൈശേ ഘടകുലേര കാരണ ആശ്രയ ജീവേര നിദാന തുമി സർവാശ്രയ. പൃഥ്വീയൈശേ ഘടകുലേര കാരണ ആശ്രയ ജീവേര നിദാന തുമി സർവാശ്രയ. പൃഥ്വി ഭൂമി, ഐച്ഛേ എന്നതുപോലെ ഘട മൺകുടങ്ങളുടെ, കുലേര ബാഹുല്യം കാരണം ആശ്രയം ജീവേര ജീവസത്തകളുടെ നിദാന മൂലകാരണം തുമി അങ്ങ് സർവ ആശ്രയ എല്ലാറ്റിൻ്റെയും ആശ്രയം. വിവർത്തനം: മൺപാത്രങ്ങളുടെ മൂലകാരണം മണ്ണായിരിക്കുന്നത് പോലെ ജീവജാലങ്ങളുടെ കാരണവും ആശ്രയവും അങ്ങാകുന്നു. എല്ലാ മൺകുടങ്ങളുടെയും ഘടകപദാർത്ഥ സ്രോതസ് വിശാലമായ ഭൂമിയാണ്. തത്സമാനമായി ജീവാത്മാക്കളുടെ പൂർണ്ണ വസ്തുതയുടെ പ്രഭവം പരമാത്മാവാകുന്നു. സർവകാരണകാരനായ പരമപുരുഷനാണ് ജീവസത്തകളുടെയും കാരണം. ഇത് ഭഗവത്ഗീത 7:10 സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ ഭഗവാൻ പറയുന്നു, ബീജം മാം സർവഭൂതാനാം, ജീവസത്തകളുടെ ബീജം ഞാനാണ്. ഉപനിഷത്തുകളിലും പറയുന്നു, നിത്യോ നിത്യാനാം ചേതശ്ചേതനാനാം, ശാശ്വതരായ ജീവസത്തകളുടെ നായകൻ ഭഗവാനാണ്. വിശ്വാവിഷ്കാരത്തിലെ ചേതനവും അചേതനവുമായ എല്ലാറ്റിൻ്റെയും സംഭരണി അവിടുന്നാണ്. വിശിഷ്ടാദ്വൈത തത്വത്തിന്റെ വ്യക്താക്കൾ ജീവസത്തയ്ക്ക് 2 തരത്തിലുള്ള ശരീരങ്ങളുണ്ടെന്ന് പറയുന്നു. സൂക്ഷ്മവും, അതിൽ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, ഇങ്ങനെ 3 ഘടകം. സ്ഥൂലവും, അത് പഞ്ചഭൂതം നിർമ്മിതം. അപ്രകാരം അവൻ 3 ശാരീരിക മാനങ്ങളിൽ സ്ഥൂലവും സൂക്ഷ്മവും ആധ്യാത്മികവും ജീവിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവനൊരു ജീവാത്മാവാണെന്ന് പറഞ്ഞ അദ്വൈതവാദികൾ വേദാന്ത സൂത്രത്തെ വിശദീകരിക്കുന്നു. അതുപോലെ ഭൗതികവും ആധ്യാത്മികവുമായ ലോകങ്ങളെ ഉദ്ഭവിപ്പിക്കുന്ന പരമപുരുഷനാണ് പരമോന്നതനായ ആത്മാവ്. ഒരു ജീവാത്മാവ് അവന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് ഏറെക്കുറെ താദാത്മ്യം പുലർത്തുന്നത് പോലെ പരമോന്നതനായ ഭഗവാനും അവിടുത്തെ ഭൗതികവും ആധ്യാത്മികവുമായ ലോകങ്ങളോട് ഏറെക്കുറെ താദാത്മ്യം പുലർത്തുന്നു. ഭൗതിക പദാർത്ഥത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബദ്ധാത്മാക്കളെ കൊണ്ട് നിറഞ്ഞ ഭൗതിക ലോകം ഭഗവാന്റെ ഭാഗ്യശക്തിയുടെ ആവിഷ്കാരവും ഭഗവാന്റെ ഉത്തമ സേവകന്മാരാൽ നിറഞ്ഞ ആധ്യാത്മിക ലോകം അവിടുത്തെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരവുമാണ്. ജീവസത്തകൾ അവിടുത്തെ ആത്മീയ സ്ഫുല്ലിംഗങ്ങൾ ആയതിനാൽ അവിടുന്ന് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലെ പരമോന്നതനായ ആത്മാവാണ്. ശ്രീ ചൈതന്യന്റെ അനുയായികളായ വൈഷ്ണവർ അചിന്ത ഭേദ തത്വത്തിന് ഊന്നൽ നൽകുന്നു. ഈ തത്വം അനുസരിച്ച് എല്ലാറ്റിൻ്റെയും കാരണവും പരിണാമവുമായ ശ്രീ ഭഗവാൻ അചിന്യമാം വിധം തന്റെ സൃഷ്ടിജാലങ്ങൾക്ക് തുല്യനും അതേസമയം അവയിൽ നിന്ന് വിഭിന്നനുമാണ്. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ 37-ാം ശ്ലോകത്തിൽ പറയുന്നത്, മൺപാത്രങ്ങളുടെ മൂലകാരണം മണ്ണായിരിക്കുന്നത് പോലെ ജീവജാലങ്ങളുടെ കാരണവും ആശ്രയവും അങ്ങാകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഭഗവാനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. അപ്പോ കാരണനായ പരമപുരുഷനാണ് ജീവസത്തകളുടെയും കാരണം
ഭഗവത്ഗീത 7:10 ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ബീജാമ സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ഹേ കുന്തിപുത്ര, സർവ്വജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാണെന്ന് നീ അറിയണം എന്നാണ് 7-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ബീജം എന്നാൽ വിത്ത്, കൃഷ്ണനാണ് അല്ലെ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ബീജാതാവതാവ്. ജീവജാലങ്ങൾക്ക് നമുക്കറിയാം മൊത്തം 84 ലക്ഷം ജീവവർഗങ്ങൾ, കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ 84 ലക്ഷത്തോളം വർഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, പിന്നെന്താണ് വായുവിൽ ജീവിക്കുന്ന ബാക്ടീരിയ, ഫംഗൽ, ഇങ്ങനെ വൃക്ഷങ്ങൾ, ചെടികൾ, ഇഴജന്തുക്കൾ, ഇതെല്ലാം പല പല മനുഷ്യൻ തന്നെ 4000-ഓളം വർഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരൊറ്റ വ്യക്തിത്വത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് ഞാനല്ല, മറിച്ച് ഞങ്ങളാണ്. കാരണം എന്താണ്, എൻ്റെ ശരീരത്തിൽ ഈ പറയുന്നത് പോലെ ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇപ്പം തലയിലാണെങ്കിൽ തന്നെ നമുക്ക് പേന്, അതുപോലുള്ള ജീവികൾ, പിന്നെ ഈ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തത്ര സൂക്ഷ്മ രീതിയിലുള്ള ജീവജാലങ്ങളുണ്ട്. കൈയുടെ നഖങ്ങളുടെ ഇടയിലുണ്ട്, കൺപീലികളിലുണ്ട്, കണ്ണിനകത്തുണ്ട്. ഇത് കൂടാതെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ പുഴുക്കള്, ആമാശയത്തിലൊക്കെ ധാരാളം പുഴുക്കളുണ്ട്, അല്ലാതെ കൃമി കീടങ്ങളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി പോലും ഞാനല്ല, മറിച്ച് ഞങ്ങളാണ്. ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടുന്ന നമ്മൾ തമാശയ്ക്ക് പറയുന്നത് പോലെ ഞാനെന്ന് പറയുന്ന അതുപോലും ശരിയല്ല, ഞങ്ങളാണ്. ഇവിടെ കാണാൻ ഒരു ശരീരത്തിൽ തന്നെ ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് തന്നെ പരോപജീവികളായിട്ട് ധാരാളം പേര് നമ്മളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം പോലും പൂർണ്ണമായിട്ടും ഞാനല്ല, ഒറ്റയാളല്ല. ധാരാളം ജീവജാലങ്ങൾ നമ്മളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഒരു ഇഞ്ച് സ്ഥലത്തിൽ തന്നെ കോടിക്കണക്കിന് ജീവാത്മാക്കളുണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ. അങ്ങനെ മൊത്തം ജീവാത്മാക്കളുടെ എണ്ണം എന്ന് പറയുന്നതിന്റെ എന്താ പറയാ, ഭഗവാന്റെ സൃഷ്ടിയില് 4/3 ആധ്യാത്മിക ലോകങ്ങളിലാണ്. അതിൽ 4/1 മാത്രമാണ് ഈ ഭൗതിക ലോകത്തുള്ളത്. അതുപോലും നമുക്ക് അളക്കാൻ പറ്റാത്തത്ര മാത്രം ജീവജാലങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ കാണുന്നതും കാണാത്തതും ചരിക്കുന്നതും ചലനമുള്ളതും ചലനമില്ലാത്തതും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൃഷ്ടികൾ ഭഗവാന്റെ എന്താ പറയാ ബീജമാണ്. ഭഗവാനാണ് ഈ സൃഷ്ടിയുടെ, ഇവരുടെ ഈ ജീവാത്മാക്കൾ വ്യത്യസ്തങ്ങളായ ആകൃതിയും വ്യത്യസ്തങ്ങളായ ശരീരമൊക്കെ സ്വീകരിച്ച് വരുന്നതിന്റെ കാരണം ഭഗവാനാണ്. ഭഗവാന്റെ ഒരു ദൃഷ്ടിയിലൂടെയാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ഒരു ശരീരം നമ്മൾ സ്വീകരിക്കുന്നത്, ഓരോരുത്തരും സ്വീകരിക്കുന്നതിന് മുൻജന്മ കർമ്മങ്ങളും വാസനകളും ആഗ്രഹങ്ങളും കൂടി അതിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം കൂടി പറയുന്നത്. അങ്ങനെ പരമമായ ബ്രഹ്മം അല്ലെ ആദിമ ബീജം ഭഗവാൻ കൃഷ്ണനാണ്. ബ്രഹ്മം അഥവാ പരമനിരമേഷ സത്യമാണ് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം എന്ന് വൈദിക സാഹിത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈദിക സാഹിത്യം, ഭാഗവതം അടക്കമുള്ള പുരാണങ്ങളെല്ലാം പറയുന്നത് എന്താണ്, ബ്രഹ്മം അല്ലെങ്കിൽ പരമനിരപേക്ഷ സത്യമാണ് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ആ ബ്രഹ്മം ആരാണ്? പരമമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. ബ്രഹ്മണോഹി പ്രതിഷ്ഠാകം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ നിറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ ചുറ്റും, തലയുടെ ആ ഭാഗത്തല്ല, മാത്രമല്ല ഭഗവാന്റെ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, ശരീരത്തിന്റെ ചുറ്റുവട്ടത്തും ഈ ബ്രഹ്മം നിറഞ്ഞു നിൽക്കണം. അത് ആ ബ്രഹ്മത്തില്, ആ പ്രകാശ ഇതില് വർഷത്തില് എന്താ പറയാ കോടിക്കണക്കിന് ആത്മാക്കള് നമ്മളെ ഉറക്കത്തിൽ ഇങ്ങനെ എന്ന പോലെ ലയിച്ചിരിക്കുക. അതുകൊണ്ട് ഭക്തന്മാരിൽ കുറെ ആൾക്കാരെല്ലാം ഈ ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കും. നമ്മുടെ ഉറക്കം ശരിക്കും പറഞ്ഞാൽ സുഖവുമില്ല, ദുഃഖവുമില്ല, ടെൻഷൻ ഇല്ല, പ്രഷർ ഇല്ല, ഒരു അവസ്ഥയും ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കാത്ത ഒരു അവസ്ഥയാണ് ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഭക്തര് ഒരിക്കലും അതിനെ ആഗ്രഹിക്കാറില്ല. കാരണം ബ്രഹ്മത്തിൽ പോയാലും നമുക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം അവിടെ നമുക്ക് ഒരു ജോലിയുമില്ല. നമുക്ക് ഭഗവാന്റെ വ്യക്തിരൂപത്തെ നമുക്ക് അവിടെ സേവിക്കാനൊന്നും പറ്റുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഉറക്കം ഒന്നുമില്ല, ടെൻഷൻ ഒന്നുമില്ല. പക്ഷെ
നമ്മൾ അങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കും. കുറെ കഴിയുമ്പോൾ മടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇദ്ദേഹം വീണ്ടും ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഭൗതിക ലോകത്തേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോ അങ്ങനെ പരമാത്മാവും പരബ്രഹ്മവും എല്ലാം പരമാത്മാവുമായിട്ടുള്ള ഭഗവാനാണ്. കൃഷ്ണന്റെ വിവിധ ഭാവങ്ങളാണ് എന്താണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദത എന്നാണ് ശാസ്ത്രം പറയുന്നത്. ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും സകല ചരാചരങ്ങളുടെയും ഹൃദയഭാഗത്തിൽ കുടികൊള്ളുന്ന വിഷ്ണുഭാമിലുള്ള മഹാവിഷ്ണുവിന്റെ അംശമായിട്ട് അറിയപ്പെടുന്ന പരമാത്മാവ്, അതും പിന്നെ വ്യക്തി രൂപത്തിലുള്ള ഭഗവാൻ, ഇതെല്ലാം പരമദിവ്യത്വ കൃഷ്ണനായ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് പറയുന്നു. പരബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ശ്രീകൃഷ്ണന്റെ വിവിധ ഭാവങ്ങളായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. ഭഗവത്ഗീതയുടെ സിദ്ധാന്തം തന്നെ അവ്യക്തിഗത ബ്രഹ്മം വ്യക്തിഭാവത്തിൽ നിലകൊള്ളുന്നു എന്ന ഒരു വസ്തുതയുമായിട്ട് ബന്ധപ്പെടുത്താണ്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും ഈ തായ്വേര്, പൂർണ്ണമായ തായ്വേരിലാണ് ഈ പ്രപഞ്ചം തന്നെ. ഈ ഭൗതിക ആവിഷ്കാരങ്ങളായ ഈ വൃക്ഷത്തെ നിലനിർത്തുന്നത് ഭഗവാനാകുന്ന തായ്വേരാണ്. സർവഭൂതങ്ങളുടെയും പിതാവാണ് അദ്ദേഹം. അതിനാൽ അദ്ദേഹത്തിനെ ഭൂതഭാവന എന്ന് ഭക്തരെ വിളിക്കുന്നു. സർവനിയന്താവാകയാൽ അദ്ദേഹം ഭൂതേശൻ എന്ന് വിളിക്കുന്നു. സകല ദേവന്മാരുടെയും ദേവനാകയാൽ അദ്ദേഹം ദേവദേവ എന്ന് വിളിക്കുന്നു. ഇത് കൂടാതെ എല്ലാറ്റിൻ്റെയും പരമോന്നതമായ ഉടമയായതിനാൽ അദ്ദേഹത്തിനെ ജഗത്പതി എന്നും ഭക്തന്മാർ സംബോധന ചെയ്യുന്നു. ഭൗഗീത 10:20 ഭഗവാൻ പറയുന്നുണ്ട്, അഹമാത്മാ ഗൂഢകേശ സർവഭൂതാശയാസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാമന്ത ഏവച്ച. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ വിശ്വ ആവിഷ്കാരത്തിന്റെ ആത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ സ്വയം എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ഞാനാണ് ഈ വിശ്വ ആവിഷ്കാരത്തിന്റെ ആത്മാവെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ പ്രകടവിശ്വത്തിൽ പ്രവേശിച്ച് ഓരോ സത്തയിലും വീണ്ടും പരമാത്മാവായിട്ടും നിലകൊള്ളുന്നുണ്ട്. ഭഗവാൻ ദൃഷ്ടി മാത്രേണ സൃഷ്ടി നടത്തുന്നു. ഇത് കൂടാണ്ട് പരമാത്മ രൂപേണ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയഭാഗത്തിൽ അദ്ദേഹം ജീവാത്മാവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾക്കും സാക്ഷിയായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു. സുബല ഉപനിഷത്തില് പറയുന്നുണ്ട്, പ്രകൃത്യാദി ഭൂതാന്തരാമി സർവേ ശേഷിച്ച നാരായണ. പരമദിവ്യത്വ കൃഷ്ണൻ പരമാത്മാ രൂപേണ സർവ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളിലും കുടികൊള്ളുന്നു എന്നും പറയുന്നു. അപ്പോ ഭഗവാൻ നേരിട്ടല്ല യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തുന്നത്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഓരോ സ്ഥാപനത്തിൽ ഒരാള് ഒരു ജോലി ചെയ്യുന്നത് പോലെ ഇരുന്ന് ചെയ്യുന്നതല്ല. ഭഗവാനെ നേരിട്ട് സൃഷ്ടി നടത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഒരു ദൃഷ്ടി മാത്രം, ഒരു നോട്ടം മാത്രം മതി. ഭഗവാന്റെ അധ്യക്ഷതയിൽ ശരിക്കും പ്രകൃതിയാണ് ഈ സൃഷ്ടി നടത്തുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടി നടത്തുമ്പോൾ ഈ ജീവജാലങ്ങൾ തന്റെ മുൻജന്മ കർമ്മങ്ങളും ആഗ്രഹങ്ങളും വാസനകളും അനുസരിച്ചാണ് ഏത് ശരീരം, ഏത് രൂപം, ഏത് ഗണത്തിൽ, ഏത് വർഗത്തിൽ വന്ന് ജനിക്കണമെന്നൊക്കെ തീരുമാനിക്കും. ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി ശ്രീതേ ചരാചര ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതി. കുന്തിപുത്ര, എന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളുടെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്, ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട് മാത്രം, ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് മാത്രമാണ് ഈ ഭൗതിക ലോകത്ത് ഓരോന്നും പ്രകൃതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നെല്ലാം അദ്ദേഹം അകന്ന് ഗോലോക വൃന്ദാവനത്തിൽ നിൽക്കുമ്പോഴും ഈ ഭഗവാൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവരുടെ ആത്യന്തിക ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാം ഭൗതികവും ആധ്യാത്മികവും ആയിട്ടുള്ള എല്ലാ പ്രപഞ്ചങ്ങളുടെയും ആത്യന്തിക നിയന്താവ് കൂടിയാണ് ഭഗവാൻ. ഭഗവാൻ അറിയാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. എന്താ പറയാ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും ചിന്തിക്കുന്നത് ഭഗവാൻ അറിയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ പരമാത്മരൂപേണ നമ്മളിലുണ്ട്. അങ്ങനെ കടാക്ഷമാത്രയിൽ പ്രകൃതി ഗർഭത്തിൽ സർവചരാചരങ്ങളുടെയും ബീജഭാവം ഭഗവാൻ ചെയ്യുന്നത് ആയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻജന്മ കർമ്മങ്ങളിലെ ആഗ്രഹങ്ങളാണ്, വാസനകളാണ്
നമ്മൾ ഏത് വർഗത്തിൽ വന്ന് പിറക്കണമെന്നൊക്കെ തീരുമാനിക്കും. ഭഗവാൻ നേരിട്ട് ഈ ഭൗതിക സൃഷ്ടിയിൽ ഇടപെടുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഭഗവാനായിട്ടൊന്നും ആരുടെയും കർമ്മവും ഇതൊന്നും നോക്കാനോ ഒന്നിനും പോകുന്നില്ല. അതെല്ലാം പ്രകൃതി കറക്റ്റായിട്ട് ഒരാളുടെ കർമ്മവും ആഗ്രഹവും ചിന്തകളും ഒക്കെ അനുസരിച്ച് ഏത് കുടുംബത്തിൽ എന്തായി എങ്ങനെ ജനിക്കണം എന്നൊക്കെ പ്രകൃതി കറക്റ്റായിട്ട് തന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ഉദാഹരണം പറയുന്നത് പൂവും. ഇപ്പൊ നമ്മുടെ ഒരു മുറിയിൽ ഒരു റോസാപ്പൂ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ ആ റോസാപ്പൂവിന്റെ ആ മണം ആസ്വദിക്കുന്നത് പോലെ നേരിട്ട് നമ്മൾ ബന്ധപ്പെടുന്നില്ലെങ്കിലും ഘ്രാണശക്തിയാല് ഗന്ധം ആസ്വദിക്കാൻ കഴിയുന്നത് പോലെയാണ് ഭഗവാന്റെ സൃഷ്ടിയെ പറ്റി ഒരു ഉപമ പറയുന്നത്. ഭൗതിക പ്രകൃതിക്ക് സ്വന്തമായിട്ട് ഒന്നിനെ സൃഷ്ടിക്കാനും പറ്റില്ല. ഭഗവാന്റെ ഭഗവത് ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? വിശിഷ്ടാദ്വൈത തത്വത്തിന്റെ വ്യക്താക്കൾ ജീവസത്തയ്ക്ക് 2 തരത്തിലുള്ള ശരീരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. വിശിഷ്ടാദ്വൈത തത്വം നമുക്കറിയാം. നമുക്ക് തത്വങ്ങളായിട്ട് മൊത്തത്തിൽ 4 ഉണ്ട് അല്ലേ? ഒന്ന് അദ്വൈതം, അത് കഴിഞ്ഞ് വിശിഷ്ടാദ്വൈതം, മൂന്നാമത് ദ്വൈതം, അത് കഴിഞ്ഞ് അചിന്താഭേദ തത്വം. അങ്ങനെ അപ്പോൾ ഈ 4 തരത്തിലുള്ള വാദങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളത്. അദ്വൈതം എന്ന് പറയുന്നത് നാം തന്നെയാണ് ഈശ്വരൻ, എന്നിൽ തന്നെ ഈശ്വരൻ ഉണ്ട്, തത്വമസി, നീ അതാകുന്നു, നീ ആ തത്വം തന്നെയാകുന്നു, അഹം ബ്രഹ്മാസ്മി, എന്നിൽ ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ്, അത് നീ തന്നെയാണ് എന്നറിഞ്ഞാൽ നീ വേറെ ഒന്നിന്റെയും പുറകെ പോകണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള ഒരു തരം തത്വമാണ് അദ്വൈതവാദം. ധാരാളം കേരളത്തിൽ അദ്വൈതവാദികൾ ഇഷ്ടംപോലെ ഉണ്ട്. ശങ്കരാചാര്യരാണ് അതിന്റെ പരമ ആചാര്യനായിട്ടും ഗുരുവായിട്ടൊക്കെ അറിയപ്പെടുന്നത്. അവര് സ്വയം ഭഗവാൻ എന്ന ഭാവേനെ ആത്മാരാധന ചെയ്യുന്നവരാണ്. അവരാണ് അദ്വൈതവാദികൾ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെ മറ്റൊരു രീതിയിൽ ആരാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശരീരമല്ല, ആത്മാവാണ് എന്നെങ്കിലും അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു നല്ല കാര്യം. ശങ്കരാചാര്യരാണ് അവരുടെ ആചാര്യൻ. പിന്നെ എന്താ വിശിഷ്ടാദ്വൈതം? വിശിഷ്ടാദ്വൈതം പറയുന്നത് ഒന്ന് തന്നെയാണ് എങ്ങനെ ഗുണത്തിൽ, എന്നാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുണത്തില് ഒന്നും, അളവിൽ, സ്വഭാവത്തിൽ ഒക്കെ വ്യത്യാസമുണ്ട്. അതെങ്ങനെ? അതിന് ഉദാഹരണം പറയുന്നത് കടലും കടൽവെള്ളവുമാണ്. ഇപ്പൊ കടൽ വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്നാൽ ആ കടൽ വെള്ളത്തിൽ അതിലെന്തെല്ലാം എലിമെന്റ്സ് ഉണ്ടോ, എന്തെല്ലാം രാസപദാർത്ഥങ്ങളുണ്ടോ, എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം ടേസ്റ്റ് ഉണ്ടോ, അതെല്ലാം നമ്മൾ കൊണ്ടുവരുന്ന ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നമുക്ക് കടലിനെ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കടൽ എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ തന്നെ 4ൽ 3 കടലാണ്. പിന്നെ പസഫിക് സമുദ്രത്തിന്റെയൊക്കെ ആഴം നമുക്ക് ഇന്നോളം മനുഷ്യനെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഹിമാലയം പോലെയുള്ള എത്രയോ പർവ്വതങ്ങളെ കുഴിച്ചിടാൻ അല്ലെങ്കിൽ താഴ്ത്തിയിടാൻ പറ്റുന്നതായിട്ടുള്ള ആഴങ്ങളാണ് അവിടെ ഉള്ളത്. ആ ആഴത്തില് ഇരുട്ടിൽ തന്നെ ജീവിക്കുന്ന എത്രയോ ജീവജാലങ്ങളുണ്ട്, ഇന്നോളം വെളിച്ചം കണ്ടിട്ടില്ലാത്ത. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ ജീവി എന്നറിയപ്പെടുന്ന പിന്നെ എന്താണ് സ്രാവടക്കമുള്ള, നീലത്തിമിംഗലം അടക്കമുള്ള ജീവജാലങ്ങള് കടലിലാണുള്ളത്. അപ്പം കടലിനെ കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രമാത്രം പരന്നു കിടക്കുന്ന ഒരു സംഭവമാണ്, അത്രമാത്രം ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് കടല്. അതുകൊണ്ട് തന്നെ കടലും കടൽ വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വഭാവത്തിൽ, ഗുണത്തിൽ ഒന്നാണെങ്കിലും അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് വിശിഷ്ടാദ്വൈതം. അതിന്റെ ആചാര്യനായിട്ട് പറയപ്പെടുന്നത് രാമാനുജാചാര്യരാണ്. പിന്നെ അടുത്തത് ദ്വൈതം. ദ്വൈതം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഭഗവാൻ വേറെ, നമ്മൾ വേറെ. ഒരിക്കലും ഒന്നാകില്ല. അത് എത്ര കൂടിയാലും ചേരില്ല. ഭഗവാൻ വേറെ തന്നെയാണ്. ഭഗവാന്റെ പിന്നെന്താ പറയാ, വിഭൂതികൾക്ക് സമാനമായിട്ട് ഒരിക്കലും ഈ ജീവാത്മാക്കൾക്ക് മാറാനോ വരാനോ ഒന്നും കഴിയില്ല. വളരെ വ്യത്യാസമുണ്ട് എന്നൊക്കെയുള്ള തത്വം. രണ്ടും രണ്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്ന ഫിലോസഫിയാണ് ദ്വൈതം. അതിന്റെ ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് മാധവാചാര്യരാണ്. അവസാനമുള്ളതാണ് അചിന്താഭേദ തത്വം.
അത് നമ്മുടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ആ തത്വം കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വ്യത്യാസമില്ലേ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. ഭഗവാൻ എല്ലാറ്റിൻ്റെയും കാരണവും പരിണാമവുമാണ്. തൻ്റെ അചിന്യമാം വിധം തൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് തുല്യനും അവയിൽ നിന്ന് ഭിന്നനുമാണ് അവിടുന്ന് എന്നുള്ള ഒരു ഫിലോസഫിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അഭേദതത്വം എന്ന് പറയുന്നത്. അചിന്ത്യമായിട്ട് ജീവതാത്മാക്കൾ എന്ന് പറഞ്ഞ് വിശിഷ്ടാദ്വൈതവാദികൾ വേദാന്ത സൂത്രത്തെ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. അതുപോലെ ഭൗതികവും ആധ്യാത്മികവുമായ ലോകങ്ങളെ ഉദ്ഭവിപ്പിക്കുന്ന പരമപുരുഷനാണ് പരമോന്നതനായ ആത്മാവ്, സുപ്രീം സോൾ എന്ന് അടുത്ത പോയിന്റ് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്ന ഇതിൽ പറയുന്ന കാരണാർണവജലേ വജസ്മയോഗ നിദ്രാമനന്ത ജഗതണ്ട സരോമകൂപ ആധാരശക്തി അവലംബ പരാം സമൂർത്തെ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. കാരണസമുദ്രത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജഗത്തുകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പുരുഷൻ വിശ്വാരംഭത്തിന്റെ കാരണനാണെന്ന് ബ്രഹ്മസംഹിത പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇവിടെ 2-3 ശരീരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെന്താണ് സൂക്ഷ്മ ശരീരം, 2 സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം എന്നിവയോട് കൂടിയുള്ള ശരീരമാണ് സൂക്ഷ്മ ശരീരം. അടുത്തത് എന്താണ് സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ നിലവിലുള്ള ഈ ശരീരമാണ് ഈ സ്ഥൂല ശരീരം. ഈ മരണത്തോട് ഈ 5 ഘടകങ്ങളും, 5 ഭൂമി, ഈ ശരീരത്തിലെ ആ മാംസം, ആ എല്ല്, ഇതെല്ലാം ഭൂമിയുടെ ഇതാണ്. ജലത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? മൂത്രം, രക്തം, ശുക്ലം, ഇതെല്ലാം ജലവുമായി ബന്ധപ്പെട്ടിരിക്കും. പിന്നെ എന്താണ് ജലം, ഭൂമി, ജലം, അഗ്നി. അഗ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദഹനാഗ്നി, അതെല്ലാം അഗ്നിയിലേക്ക് പോകും. പിന്നെ ശബ്ദം, അതെല്ലാം ആകാശം. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ 5 എലിമെന്റിലേക്ക് അങ്ങ് ലയിച്ചു ചേരുകയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഉള്ള നമ്മുടെ പ്രവൃത്തികളാൽ ലഭിക്കുന്ന ഒരു 3 ശരീരങ്ങളുണ്ട്. അതെന്താണ്? ഇപ്പൊ ഭക്തരായിട്ടുള്ളവർക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ ലോകത്ത് ജീവിക്കാൻ കഴിയുന്ന ആധ്യാത്മികമായ ശരീരം. അതാണ് ഒരു ശരീരം. ഈ 2 പുണ്യം ചെയ്യുന്നവർ, ഇപ്പം രക്തദാനം, അന്നദാനം, പാവങ്ങളെ സഹായിക്കൽ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് പുണ്യം വർദ്ധിക്കും. പുണ്യം വർദ്ധിക്കുമ്പോൾ ആ പുണ്യം ആസ്വദിക്കാൻ വേണ്ടി അവർക്ക് സ്വർഗലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിന് അവർക്ക് ആ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമായ ദേവന്മാരുടെ, ഗന്ധർവന്മാരുടെ, ഇങ്ങനെ അപ്സരസ്സുകളുടെ, ഇങ്ങനെ അവരുടെ ആഗ്രഹവും കർമ്മവും ഒക്കെ അനുസരിച്ച് അവരുടെ നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് പുണ്യലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിൽ ജീവിക്കാൻ അനുയോജ്യമായ ശരീരങ്ങൾ കിട്ടും. പിന്നെ കിട്ടുന്നത് സാധാരണക്കാരായ ഒരു 80-90% ആൾക്കാർക്ക് കിട്ടുന്ന ശരീരമാണ് ഈ പറയുന്ന പാപികൾ എന്ന് പറയപ്പെടുന്നവർക്ക് കിട്ടുന്ന ശരീരം. അത് കുറേ ശരീരം കിട്ടും അവർക്ക്. എങ്ങനെയാണ്? ഇപ്പൊ മരണശേഷം അവർക്ക് ആദ്യം മരണത്തിന് പിറ്റേ ദിവസം മക്കൾ പിണ്ടബലി ചെയ്യും. അപ്പൊ പിണ്ടബലി ചെയ്യുമ്പോൾ ആദ്യത്തെ 10 ദിവസം കൊണ്ടാണ് ഈ പിണ്ട ബലി ഇടേണ്ടത്. ആദ്യത്തെ ദിവസം അവർ ആ ആത്മാവിന് തല കിട്ടും, പിണ്ട ശരീരത്തിന്റെ തല കിട്ടും. 2ാമത്തെ ദിവസം കൈകളും ഭുജങ്ങളും കിട്ടും. 3ാമത്തെ ദിവസം വയറും ഉദരം, ഇടുപ്പ്, ഇതെല്ലാം കിട്ടും. 4ാമത്തെ ദിവസം നമ്മുടെ എന്താ പറയാ ഇന്ദ്രിയങ്ങൾ, ലൈംഗിക ഇന്ദ്രിയങ്ങളൊക്കെ കിട്ടും. 5 കണങ്കാല്, പിന്നെ പാദങ്ങൾ. ഇങ്ങനെ 10ാമത്തെ ദിവസം അവർക്ക് വിശപ്പും ദാഹവും കിട്ടും. അങ്ങനെ അവർക്ക് പിണ്ട ശരീരമാകും അതോടുകൂടി. അങ്ങനെയാണ് ആ സഞ്ചയനവും ഇതിനൊക്കെ നമ്മൾ അവർക്ക് സമൃദ്ധമായിട്ടുള്ള ആഹാരമൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള സങ്കല്പമൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിണ്ട ശരീരം, അത് കഴിഞ്ഞിട്ട് അവർക്ക്
അവർ പാപികളാണ്, സ്വാഭാവികമായിട്ടും അവർ എങ്ങോട്ട് പോകും? അവർ നരകങ്ങളിലേക്കാണ് പോകുന്നത്. പുണ്യം ചെയ്തവർ സ്വർഗലോകത്തേക്ക് പോകുന്നത് പോലെ പാപികളായിട്ടുള്ളവർ നരകലോകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പിണ്ട ശരീരത്തോടൊപ്പം നേരെ അവർ നരകലോകത്ത് പോകും. അവിടെ ഉണ്ടാവും. ആരാണ്? യമരാജ് ഉണ്ടാവും. യമരാജാവിന്റെ സഹായിക്കാനായിട്ട് ചിത്രഗുപ്തൻ തന്റെ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കൂടാതെ ശ്രവണന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ബ്രഹ്മദേവന്റെ ഗർഭപുല്ലിൽ നിന്നുണ്ടായതാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഓരോ ജീവാത്മാവിനോടൊപ്പം ജനനത്തോടൊപ്പം തന്നെ ഉണ്ടാവും. ആ ശ്രവണന്മാരാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയായിട്ട് അവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇങ്ങനെ മൂന്ന് പേരും കൂടിയാണ് നമ്മളെന്ന് പറയുമ്പോൾ പാപികളായിട്ടുള്ള ആൾക്കാരെ വിചാരണയൊക്കെ ചെയ്ത് ഓരോരുത്തരുടെയും പാവങ്ങളൊക്കെ അവിടെ പറയുമ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ തർക്കിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഇതെല്ലാം തെളിവോടുകൂടി അവർ കാണിച്ചു കൊടുക്കുമ്പോൾ സത്യം അവസാനം കീഴടങ്ങും. അപ്പോൾ പിന്നെ അടുത്ത എന്താണ്? ശിക്ഷ അനുഭവിക്കണം. 28ഓളം നരകങ്ങളുണ്ട്. അപ്പൊ നരകത്തിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ശരീരമുണ്ട്. അതാണ് യാതനാ ശരീരം. അപ്പോൾ ആ യാതനാ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫീലിങ്സ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തള്ളവിരലിന്റെ അത്രയേ യഥാർത്ഥത്തിൽ വലിപ്പമുള്ളൂ. പക്ഷെ നമ്മുടെ ബോധം വന്നിട്ട് നമ്മുടെ നിലവിലുണ്ടായിരുന്ന എത്ര പൊക്കവും മണ്ണൊക്കെ ഉണ്ടോ അതേ ബോധത്തിൽ നമ്മൾ നിൽക്കും. പക്ഷെ സൈസ് എന്ന് പറയുന്നത് തള്ളവിരലിന്റെ അത്രയേ കാണത്തുള്ളൂ. പിണ്ട ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയുടെ അത്രയാണ് പിണ്ട ശരീരത്തിന്റെ വലിപ്പം. ഗരുഡപുരാണത്തിൽ അങ്ങനെ പറയുന്നത് തള്ളവിരലിന്റെ അത്രയാണ് യാതന ശരീരത്തിന്റെ വലിപ്പമുള്ളത്. പക്ഷെ ബോധം ഒരു വലിയ മനുഷ്യനായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ ശരീരത്തിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതനകൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ജീവജാലങ്ങളെ, ഇപ്പം മത്സ്യമാംസാദികളൊക്കെ ഇറച്ചിക്ക് കഴിക്കുന്ന ആൾക്കാരെ അവരെ മീനിനെയൊക്കെ എങ്ങനെ അറുത്തു അതുപോലെ ഇങ്ങനെ കത്തി കൊണ്ട് പോന്തി അതിൽ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ എണ്ണയിൽ തിളച്ച് കിടക്കുന്ന എണ്ണയിൽ വാരി തട്ടും ഇവരെയൊക്കെ. അപ്പോൾ ഇങ്ങനെ പൊള്ളി അലറി വിളിക്കും, പക്ഷെ മരിക്കില്ല. കാര്യം എന്താണ്? അത് യാതന ശരീരമാണ്. അപ്പൊ ആ ശരീരം അതിനെ വാളുകൊണ്ട് അറുത്താലോ അല്ലെങ്കിൽ തീയിലെറിഞ്ഞാലോ എന്ത് തന്നെ ചെയ്താലും അതിന് നാശം ഉണ്ടാവില്ല. അങ്ങനത്തെ ശരീരമാണ് യാതന ശരീരം. അങ്ങനെ 28ഓളം നരകങ്ങളിൽ ഈ പറയുന്ന ഓരോ കുറ്റത്തിനും അനുസരിച്ചുള്ള ശിക്ഷകളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്നും പിന്നെ എന്താണ് ശിക്ഷ ഇത്രയും കാലാവധി അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും ശരീരം മാറുകയാണ്. അത് പിതൃശരീരം എന്ന് പറയുന്ന ഒരു ശരീരം. ആ ശരീരവുമായിട്ട് നേരെ അവര് പിതൃലോകത്തേക്ക് പോകും. അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടാവും. ആ ക്യൂവിന്റെ അവസാനമായിട്ട് ഇയാളുടെ നിൽക്കേണ്ടി വരും. ഇതിനാണ് അടുത്ത ഒരു സ്ഥൂല ശരീരം ലഭിക്കാം. കാരണം ഇവർക്ക് എന്തായാലും വീണ്ടും ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ പാപികളായിട്ടുള്ള ആൾക്കാർക്ക് പുണ്യം ചെയ്തവനും വരേണ്ടി വരും. എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ചെന്ന് സ്വർഗലോകങ്ങളിലൊക്കെ ചെന്ന് ആടി തിമർത്ത് സന്തോഷിച്ച് ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് നല്ലവണ്ണം കഴിഞ്ഞ് നമ്മുടെ പുണ്യം തീരും. ബാങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ അടപ്പുണ്ട്. അതിങ്ങനെ എടുത്തെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവസാനമാകുമ്പോൾ 0 ബാലൻസ് അക്കൗണ്ടിലേക്ക് എത്തും. ഒന്നും കാണില്ല, പിന്നെ 0 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ആ പൈസ എടുത്ത് ഒന്നും ഉപയോഗിക്കാൻ കിട്ടില്ല. ഒന്നുമില്ല, ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വീണ്ടും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അങ്ങനെ പുണ്യം ചെയ്തവരും തിരിച്ച് ഭൂമി തന്നെ വന്ന് പിറക്കും. കയ്യിലാണെങ്കിൽ ബാലൻസ് ആയിട്ട് ഒരു പുണ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും വന്ന് പിറക്കും. അതുകൊണ്ട് ഭക്തരൊരിക്കലും സ്വർഗലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. അവർക്ക് നരകത്തിലായാലും സ്വർഗത്തിലായാലും ഭൂമിയിലായാലും എവിടെയായാലും ഭഗവാനെ സേവിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഭഗവാനെ സേവിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. ഭഗവാനെ സേവിച്ചാൽ നമുക്ക് കിട്ടുന്നത് സുഹൃതമാണ്. അവിടെ പുണ്യമോ പാപമോ ഒന്നുമല്ല. സുഹൃതത്താൽ നമുക്ക് പുണ്യവുമല്ല പാപവുമല്ലാത്ത ഒരു ഭഗവാന്റെ കാരുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി രണ്ടും നമുക്ക് സിന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ നിന്നാണ് കവികൾ പാടിയിരിക്കുന്നത്. അപ്പം സ്വർണ്ണക്കൂട്ടിൽ നമ്മളെ പിടിച്ച് അടച്ചിട്ടാലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. മീനിൽ ഈ പറയുന്നത് പോലെ കടയിൽ പിടിച്ചിട്ട മീന് പോലെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ജീവാത്മാവിന് ഭഗവാനെ സേവിക്കുമ്പോഴാണ് പൂർണ്ണമായ സന്തോഷം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന യാതന ശരീരമൊക്കെ കഴിഞ്ഞ് പിതൃലോകത്ത് പോയി പിതൃശരീരത്തോട് പിതൃലോകം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ജന്മത്തെ കർമ്മങ്ങള്, നമ്മൾ ആരെയൊക്കെ പറ്റിച്ചു, നമ്മൾ ഏതൊക്കെ ജീവിയെ കൊന്നു, അപ്പൊ നമ്മളെ കൊല്ലാനായിട്ട്
നമുക്ക് അവർക്കൊരു അവസരം കൊടുക്കണം. അപ്പൊ നമ്മൾ ആടിനെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴിയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിയായിട്ടും അവർ മനുഷ്യരായിട്ടും ഒക്കെ ജനിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടുപേരും വന്ന് ജനിക്കേണ്ടി വരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. കുറ്റം ചെയ്തവനും കുറ്റം അനുഭവിച്ചവനും ഒക്കെ വന്ന് പറക്കുന്ന വീണ്ടും ഇത് ആവർത്തിക്കും. അതാണ് ഈ ജനന മരണ ചക്രങ്ങളിൽ ഇങ്ങനെ പെടുക. അതുകൊണ്ട് മാംസാഹാരത്തെ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് അതൊക്കെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്, ഇത് നമ്മളെ ഒരിക്കലും ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാനേ പറ്റില്ല. കാരണം നമ്മൾ തിന്നുന്ന ആ ജീവിയുടെ ആത്മാവ് വീണ്ടും നമ്മളെ തിന്നാനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കും, നമ്മളും ജനിക്കും, അവയാൾക്ക് തീറ്റയാകാൻ വേണ്ടി. മാംസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ ഇത്തവണ നീ എന്നെ തിന്നോളൂ, അടുത്ത തവണ ഞാൻ നിന്നെ തിന്നോളാം എന്നുള്ള ഒരു സംസ്കൃത അർത്ഥമാണ് അതിലുള്ളത്. അപ്പോ ഈ ഒരിക്കലും നമ്മൾ ഈ മാംസാഹാരത്തിലേക്ക് പോകാനേ പാടില്ല. ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. എല്ലാ മതങ്ങളും ഹിംസയ്ക്ക് എതിരുമാണ്. അപ്പൊ നമ്മൾ സനാതന ധർമ്മം മാത്രമല്ല, ബുദ്ധമതം തന്നെ പറയുന്ന അവരുടെ പ്രധാന തത്വങ്ങളിൽ തന്നെ അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറയുന്നു. ബൈബിളില് 10 കൽപ്പനകളിൽ നോക്കിക്കഴിഞ്ഞാൽ 3-മത്തെയോ ആണ് 5-മത്തെയോ എന്തോ കൽപ്പനകളിൽ പറയുന്നത് ദൗ ഷാൽ നോട്ട് കിൽ, നീ ഒന്നിനെയും കൊല്ലരുതെന്ന് ബൈബിളിൽ പറയുന്നു. ഇനി ജൈനമതം പറയുന്നത് എന്താണ്, അറിയാണ്ട് പോലും നീ ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത്. അതുകൊണ്ട് അവര് വായിലുള്ള ഈ പറയുന്ന ജീവികളിലൊന്നും വായി കടക്കാതിരിക്കാൻ വാ മൂടി കെട്ടിയാണ് ജീവി. നമ്മൾക്ക് ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ മൂക്കൊക്കെ മൂടാൻ തുടങ്ങി. അവർ പണ്ട് മുതലേ അങ്ങനെ ജീവിച്ചിടാം. നടക്കുമ്പോൾ തൂത്തൊക്കെയാണ് നടക്കുന്നത്. ഒരു ഉറുമ്പ് പോലും ചാകരുതെന്നുള്ള അത്രമാത്രം ഉയർന്ന ചിന്തയിലാണ്, അത്രമാത്രം നല്ല ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ സനാതനധർമ്മം, ഹിന്ദു മതം അടങ്ങിയിട്ടുള്ള ഈ സനാതന ധർമ്മത്തിൽ പറയുന്ന എന്താണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ, ആ ഹിംസ സർവഭൂതാനി, ഒരു ഉറുമ്പിനെ പോലും നീ കൊല്ലരുത്. അപ്പൊ പറഞ്ഞാല് നീ ഇസ്ലാം മതം നോക്കിയോളൂ. ഇസ്ലാം മതത്തിൽ എന്താ പറയുക, അള്ളാഹു അവർ പറയുന്നുണ്ട്, നീ നിന്റെ ക്രൂരതയെ അള്ളാഹുവിന് ബലി അർപ്പിക്കൂ. ക്രൂരനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ജീവിയെ കാണുമ്പോൾ അതിനെ കൊന്നു തിന്നാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അല്ലാതെ ഒരു സാധാരണ നല്ല നമ്മൾ യൂട്യൂബിലൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇറങ്ങി, ഒരു ആടിനെയോ പശുവിനെ എന്തോ ഇതുപോലെ വീട്ടുകാരെ പിടിച്ച് വിൽക്കാൻ നേരത്തെ അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട് ആ കുട്ടി. അവസാനം അത് കണ്ട് സങ്കടം സഹിക്കാൻ വേണ്ടി അത് അവര് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിറയെ കാണാൻ പറ്റുന്നത്. മനുഷ്യൻ വലുതാകും തോറും മിക്കവാറും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ നമ്മള് ഒരു ജീവജാലങ്ങളെയും കൊല്ലരുത് എന്നുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ രീതിയിലുള്ള ശരീരങ്ങൾ, ഭക്തൻ ആധ്യാത്മിക ശരീരം, പുണ്യമാന് സ്വർഗീയ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടതായ ദേവ ഗന്ധർവ തുടങ്ങിയ ശരീരങ്ങള്, പാപികൾക്ക് ഈ പറഞ്ഞ പിണ്ട ശരീരം, അത് കഴിഞ്ഞ് യാതന ശരീരം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിതൃശരീരം. ഇത് കഴിഞ്ഞ് നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള, കാരണം നമ്മൾ അവിടെ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, അതിന്റെ ബാക്കി കിടക്കണേ ഉള്ളൂ. അത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വീണ്ടും വന്ന് പിറക്കേണ്ടി വരും. പിറന്ന് വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ അത് ചങ്ങല തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ ഇങ്ങനെയാണ് പാപികളുടെ അവസ്ഥ. ഇപ്പോ ഭക്തൻ ശരി സ്വർഗത്തായാലും നരകത്തിലായാലും ഭൂമിയിലായാലും എവിടെയായാലും ഭക്തന് പ്രശ്നമല്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് പ്രീതിപ്പെടുത്തൽ എന്നാണ് ഭക്തര് ചിന്തിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അടുത്ത എന്താണ്, ജീവാത്മാവ് അവന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് താതാത്മ്യം പുലർത്തുന്നത് പോലെ ഭഗവാൻ അവിടുത്തെ ഭൗതികവും ആധ്യാത്മികമായ ലോകങ്ങളോട് ഏറെക്കുറെ താതാത്മ്യം പുലർത്തുന്നു. ഇവിടെ എന്താണ്, നമ്മൾ ജീവാത്മാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ തടസ്സ ശക്തികൾ എന്നറിയപ്പെടുന്ന നമുക്ക് സ്ഥൂല സൂക്ഷ്മ ഇപ്പൊ പറഞ്ഞ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് താതാത്മ്യം പുലർത്തുന്നത് പോലെ ഭഗവാൻ അവിടുത്തെ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളോട് ഏറെക്കുറെ താതാത്മ്യം പുലർത്തുന്നു എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് എന്താണ്, ഭൗതിക പദാർത്ഥത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബദ്ധാത്മാക്കളെ കൊണ്ട് നിറഞ്ഞ ഭൗതിക ലോകം ഭഗവാന്റെ ഭാഗ്യസൃഷ്ടിയുടെ ആവിഷ്കാരം. എന്താണിത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആസ്വാദനം നേടാനായിട്ട് ശ്രമിക്കുന്നവരെ പറ്റിയാണ് ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബദ്ധാത്മാക്കളെ പറ്റി പറയുന്ന വരികളാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ നിത്യദാസൻ എന്ന ഒരു ഭാവത്തിൽ ആണ് ഉണ്ടായിരുന്നത്. ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നതോടുകൂടി നമ്മൾ അത് മറന്ന് സ്വയം ആസ്വാദനം നേടാനായിട്ട് അല്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു.
അതിലെല്ലാം പരാജയപ്പെടുന്നു. എല്ലാ സുഖത്തിന്റെയും പിന്നില് ഭയങ്കരമായ ദുഃഖങ്ങളും വന്നു ചേരുന്നു. അപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ മധുരങ്ങൾ കഴിക്കുന്നത് ആദ്യം നോക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നും. പക്ഷെ ക്രമേണ നമുക്ക് ഷുഗറിന്റെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മധുരം കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല, സാധാരണ കഴിക്കുന്ന ചോറ് പോലും കഴിക്കാൻ പറ്റാതാവും. എന്ന് മാത്രമല്ല, ഒരു പരിധിയിൽ കൂടുതൽ ചിലർക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വിരല് മുറിക്കണം, മുറിവെന്ന് വന്നാൽ ഉണങ്ങത്തില്ല, പിന്നെ വിരല് മുറിക്കണം, പിന്നെ കാല് മുറിക്കണം, പിന്നെ മുട്ടുവരെ മുറിക്കണം, തുട മുറിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് നമ്മളെ വല്ലാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കും. അപ്പോൾ എന്താണ് ഇവിടെ തുടക്കം? സുഖമാണ്, ആസ്വാദനമാണ്. അമിതമായ മധുരത്തോടുള്ള ആർത്തിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീര അവയവങ്ങളെ തന്നെ മുറിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പൊ അതൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. പിന്നെ എല്ലാം നമ്മൾ ഭഗവാൻ പറഞ്ഞതിന് വിരുദ്ധമായ രീതിയിലാണ് ഇവിടെ ഈ ലോകത്ത് കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. ഇപ്പം ഫലം പുഷ്പം പത്രം തോയം യോമയ ഭക്ത പ്രയച്ഛതി എന്ന് ഭഗവാൻ കൃഷ്ണ ഗീതയിലൂടെ പറയുന്നുണ്ട്. ഈ ഫലവർഗ്ഗങ്ങള്, ജലവർഗ്ഗങ്ങള്, ധാന്യവർഗ്ഗങ്ങള്, എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ എനിക്ക് പ്രേമഭാവത്തോടു കൂടി അർപ്പിച്ചാൽ ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പോ എന്താണ് അതിലൂടെ എൻ്റെ കാരുണ്യം നിനക്കുണ്ടാവും, നിനക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാവും, നിനക്ക് കർമ്മങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടും. ഇങ്ങനെയൊക്കെ പറയുന്ന അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാംസാഹാരം. ഇത്രയും ആയിരക്കണക്കിന് നദികളും 10,000-കണക്കിന് വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നമുക്ക് ഒരു കുറ്റവും ചെയ്യാതെ നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ആട്, കോഴി, മാട്, പശുക്കള് ഇതിനെയൊക്കെ തന്നെ വെട്ടി കൊന്ന് തിന്നാലേ നമുക്ക് താല്പര്യമുള്ളൂ. അപ്പോ ആലോചിച്ച് നോക്കണം, ഇവിടെ ഒന്നിനും ഭഗവാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടും നമുക്കതൊന്നും പോരാ. നമുക്ക് ജീവികളുടെ ജീവൻ എടുത്ത് അവരുടെ മാംസം കഴിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാംസത്തിന് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ടേസ്റ്റുമില്ല. ഇനി എത്ര ഭുക്കായ ആളായാൽ പോലും പച്ചയ്ക്ക് ഒരു കഷ്ണം മാംസം കൊടുത്താലേ കഴിക്കാൻ പറ്റില്ല. അത് ഛർദ്ദിച്ച് ഉപ്പാട് വരും, കഷ്ടപ്പെട്ടു. അത്ര ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. ഞാനൊക്കെ മാംസം കഴിച്ചിട്ടുണ്ട് പണ്ട്, അറിവില്ലായ്മയാൽ അന്ന് കഴിച്ചിട്ടുണ്ട്. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ നിന്നും വരുന്നില്ല ആ സമയത്ത്. അന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായതോടെ നമ്മൾ നിർത്തി. പക്ഷെ ഇത് അറിയാത്ത കാലഘട്ടത്തിൽ നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം പച്ചയ്ക്ക് ഇതിന് അതിന്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്ര വൃത്തികെട്ട സ്മെല്ലാണ്. പക്ഷെ ഇതിൽ ചേർക്കുന്ന എണ്ണ, മുളക്, മസാലകൾ ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 ടേസ്റ്റാണ് അതിനുള്ളത്. യഥാർത്ഥത്തിൽ അതിന് ടേസ്റ്റ് ഇല്ല. മറിച്ച് പച്ചക്കറികളാണെങ്കിൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ മാങ്ങ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാബേജ്, വെണ്ടയ്ക്ക, പാവയ്ക്ക അടക്കം നമുക്ക് എത്രയോ സാധനങ്ങൾ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം. ഫ്രൂട്ട്സുകൾ നമുക്കറിയാം, ഫ്രൂട്ട്സുകൾ പച്ചയ്ക്ക് കഴിക്കാം. ശരിക്കും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ സസ്യാഹാരി ആണെന്ന് പറയാൻ തന്നെ ഒരു കാരണം അതാണ്. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ നമുക്ക് പച്ചയോടുകൂടി എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങള്, പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെയാണ്. നമുക്ക് ഒരിക്കലും മത്സ്യവും മാംസവും ഒന്നും പച്ചയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും സസ്യാഹാരികളാണ്. നമുക്ക് തന്നിക്കുന്ന ലളിതമായ 32 പല്ലുകളാണ്. നമ്മുടെ ദഹനരസം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ദഹിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ദഹനരസമാണ്. അപ്പൊ എല്ലാം നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സസ്യാഹാരിയായിട്ട് തന്നെയാണ്. ഇനി ഇതെമ്പോട്ട് ഈ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ചൈന, ഫിലിപ്പൈൻസ്, ജപ്പാൻ തുടങ്ങിയുള്ള കുറെ രാജ്യങ്ങളുണ്ട്, തായ്ലാൻഡ്, അവിടെയൊക്കെ ഇപ്പൊ പുതിയൊരു ഫാഷൻ പോലെ അവരൊക്കെ എന്താണ് ചെയ്യണത്? ജീവനോടുകൂടി മത്സ്യങ്ങളെയൊക്കെ തൊലി ഉരിക്കുക, എന്നിട്ട് അതിങ്ങനെ കിടന്ന് പിടയ്ക്കും. മത്സ്യങ്ങള്, തവളകള്, അതിനെയൊക്കെ തൊലി ജീവനോടുകൂടി നമ്മൾ നോക്കി നിൽക്കുക. നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ കസ്റ്റമർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഒരു മീനിനെ പിടിക്കുന്നു, അവരെ മുമ്പിൽ വെച്ച് തന്നെ തൊലി കൊല്ലുന്നില്ല, കൊല്ലാണ്ട് തന്നെ കൊല ചെയ്യുന്ന രീതിയിൽ സങ്കടം വരും നമുക്ക്. അതിനെ പടയ്ക്കും, അതിനെ ഈ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് പകുതി വേവിച്ചിട്ട് അതിൽ പിന്നെ മസാലയൊക്കെ പുരട്ടി അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് ലോകം പോകുന്നത്. എന്ത് ക്രൂരമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണ് ഇതൊക്കെ. പച്ചയ്ക്ക് തിന്നുന്ന പുഴുക്കളെ, പാമ്പുകളെ, പിന്നെ കൃമികളെ ഒക്കെ പച്ചയ്ക്ക് തിന്നുന്ന ആൾക്കാരുണ്ട്. എന്താ പറയാ,
പൊരിച്ചും കരിച്ചും തിന്നത് കൂടാതെ പച്ചയ്ക്ക് തന്നെ തിന്നുന്നു. ഇത് കൂടാതെ കുടിക്കുന്ന ഡ്രിങ്ക്സുകൾ തന്നെ പാമ്പിൻ രക്തം, എലിക്കുഞ്ഞുങ്ങളെ കൊണ്ടുണ്ടാക്കിയ വൈന്, മാൻ പെനിസ് കൊണ്ടുള്ള വൈന്, സ്നേക്ക് ബിസ്കി, കുതിരയുടെ സെമൻ, ഇങ്ങനെ ഡ്രിങ്ക്സ് ആയിട്ട് തന്നെ ധാരാളം ഐറ്റം ഈ മൃഗങ്ങളുടെ പച്ചയ്ക്കുള്ള സാധനങ്ങളെ വെള്ളം പോലെ ആക്കി കഴിക്കുന്നവരുണ്ട്. ഇത് കൂടാതെ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചു, ഈ ഭ്രൂണം, മനുഷ്യ ഭ്രൂണത്തെ തന്നെ പിന്നെ എടുത്ത് കറി വെച്ചും പൊരിച്ചും കഴിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞു എന്നാണ്. അതിന് സ്റ്റാഫായിട്ട് കുറെ പെണ്ണുങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ ആകർഷിച്ച സാധനങ്ങൾ ഇങ്ങനെ ഒരു കണ്ണാടി ഇതിൽ വെച്ചിരിക്കും. ആവശ്യമുള്ളവർ അത് ഓരോന്ന് പറയും, അതിനനുസരിച്ച് അവർ പൊരിച്ചും കരിച്ചും കഴിക്കുന്ന ഒരു ആസുരികമായ ജീവിത രീതി പുലർത്തുന്നവരാണ് ഇന്ന് ലോകത്ത് പലയിടത്തും ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ വളരെ ക്രൂരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള മനുഷ്യരെല്ലാം ഇന്നെല്ലാം അസുരന്മാരായി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് പലർക്കും കൂടി വരുന്നത്. ഇത് കൂടാതെ എന്താണ്, ഒരു കുറ്റവും ചെയ്യാതെ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുക. ഇപ്പൊ തന്നെ റഷ്യ യുക്രൈനിൽ എന്തെങ്കിലും കാര്യം കുറ്റം ചെയ്തിട്ടാണോ അവര് യുക്രൈൻ ഈ പറയുന്ന കുറെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അലയൻസ് ആവാൻ പോകുന്നു, അവരുടെ കൂടെ ചേരണമെന്ന് തീരുമാനിച്ച അത്രേ ഉള്ളൂ. അതിനാണ് ഈ റഷ്യ ഇത്രയും ക്രൂരമായിട്ട് അവരുടെ കെട്ടിടങ്ങൾ അത്രയും തകർത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നു. ഇത് കൂടാതെ മതത്തിന്റെ പേരിൽ ഇസ്ലാം മതമൊക്കെ വളർന്നു വന്നത് വാളിന്റെയും കയ്യൊപ്പിന്റെയും ബലത്തിലാണ്. അല്ലാതെ ഖുർആൻ വായിച്ച് മനസ്സ് പരിവർത്തനം വന്നവർ എത്ര പേരാണ്? വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അപ്പൊ സനാതന ധർമ്മം മാത്രമാണ്, നമ്മുടെ ഹൈന്ദവ മതം മാത്രമാണ് ഒരിക്കലും മറ്റു രാജ്യങ്ങളിൽ ചെന്ന് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്ത് അവിടെ മതപരിവർത്തനം നടത്താത്തത്. 50ഓളം രാജ്യങ്ങളിൽ ഇസ്ലാം മതം പടർന്നത്. അതുപോലെ ഈ ക്രിസ്തു മതം, അവരും നല്ലവരൊന്നല്ല. നമ്മുടെ എന്താ പറയാ, ഗോവയിലൊക്കെ 50,000-ത്തിനും 1,00,000-ത്തിനും ഇടയ്ക്ക് ആൾക്കാരെയാണ് നമ്മുടെ ഹിന്ദുക്കളില് കൊങ്ങിണീസ് എന്ന് പറയും. അവരെയാണ് അവിടെ ഒരു കൊന്നൊടുക്കിയിട്ടാണ് അവര് മതപരിവർത്തനം, ബാക്കിയുള്ളവരെയൊക്കെ മതപരിവർത്തനം നടത്തി അവരത്രയും അവിടെ ഗോവ മൊത്തം ക്രിസ്ത്യാനികളായി. അപ്പൊ ഈ കുരിശുദ്ധങ്ങൾ, നമ്മുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുരിശുദ്ധങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന സംഭവങ്ങൾ മൊത്തം ഈ പറഞ്ഞ ക്രിസ്തു മതത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെയൊക്കെ ഉള്ള ആൾക്കാരെ കൊന്ന് സമ്പത്തും ഇതെല്ലാം കൊള്ളയടിച്ച് അവിടെയൊക്കെ ക്രിസ്തു രാജ്യം ഉണ്ടാക്കി. ഇവിടെ ഇസ്ലാമിക അറബിയൻ തത്വചിന്തകൾ ഇതുപോലെ വാളിന്റെ ബലത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശക്തിയുടെ ബലത്തിൽ മറ്റു പാവപ്പെട്ട രാജ്യങ്ങളെ ആക്രമിക്കുന്നു, അവരെയൊക്കെ കൊല്ലുന്നു, ആണുങ്ങളെല്ലാം കൊല്ലുന്നു, പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗത്തിന് ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് അടിമകളാക്കുന്നു, കുട്ടികളെയൊക്കെ അവർ മതം മാറ്റുന്നു. ഇങ്ങനെ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രൂരതയുടെ കഥകളും സംഭവങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് മനുഷ്യൻ അതെല്ലാം ചെയ്ത് അവന്റെ ആർത്തി നോക്കണം. ഇതെല്ലാം രാജ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇപ്പം പിന്നെ അവൻ ബഹിരാകാശം കീഴടക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ബഹിരാകാശത്ത് ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുള്ള അന്താരാഷ്ട്ര എന്താ പറയാ നിലയം, ആ നിലയത്തില് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പവും ഒക്കെ ഉള്ള അത്രയും വലിയ അന്താരാഷ്ട്ര നിലയമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്നു കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടാതെ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ കടന്നു കയറാനും അവിടെയൊക്കെ അവന്റെ താവളങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാക്കാനും വസ്തു ഇടപാട് നടത്താനും ഇപ്പോഴേ അവിടെയൊക്കെ അവര് എന്താ പറയാ, ഇടയ്ക്ക് തമാശയാണെന്നറിയില്ല, അവിടെയൊക്കെ വസ്തു കച്ചവടം വരെ തുടങ്ങി എന്ന് പറയുന്നു. എന്തായാലും മനുഷ്യൻ ഈ പറഞ്ഞ അവന്റെ അതിമോഹവും അത്യാഗ്രഹവും ഒക്കെ കാരണം ഓരോ നിമിഷവും വല്ലാതെ ആസുരികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ ഭൂമിയെ തന്നെ എത്രയോ പ്രാവശ്യം ഭസ്മമാക്കാൻ പോകുന്ന അണുവായുധങ്ങളും അണുബോംബുകളൊക്കെ പല രാജ്യക്കാരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആർക്കാണ് ഏത് രാജ്യത്തിലെ ഏത് തലയിൽ ബോധമില്ലാത്തവനാണ് എപ്പോൾ എന്ത് തോന്നുന്നു അറിയില്ല, എന്നാൽ ഒരുത്തൻ തുടങ്ങി വെച്ചാൽ മതി, ഈ ഭൂമി മൊത്തം ഭസ്മമാകും. ആ രീതിയിലൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായിട്ടും ഒക്കെ മാറി ഭൂമിയെ തന്നെ തകർത്ത് അവനും അവൻ കൂടെയുള്ള ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും ഈ ലോകത്തിനും പ്രപഞ്ചത്തിനും ഒക്കെ നാശം വിതച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോ പിന്നെ അടുത്ത പറയുന്നത് എന്താണ്?
ഭഗവാന്റെ ഉത്തമ സേവന എന്ന് പറഞ്ഞ ആധ്യാത്മിക ലോകം അവിടുത്തെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ ഇത് ഭൗതിക ലോകത്തെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ പറയുന്നത് ആധ്യാത്മിക ലോകത്തെ കുറിച്ചാണ്. അവിടെ ആരാണുള്ളത്? അവിടെയും ഈ പറഞ്ഞ ഭഗവാന്റെ തടസ്സ ശക്തികളായ ജീവാത്മാക്കൾ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം, അവരെങ്ങനെയായി? അവര് ഭഗവാന്റെ സേവനത്തിലൂടെ, ഭഗവാന്റെ ഭക്തിയിലൂടെ അവര് മുക്താത്മാക്കളായി. ഒരു ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടി ഭഗവത് ധാമത്തിലെത്തി. അവിടെ ഭഗവാന്റെ സേവനത്തിൽ വളരെ ശാന്തവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതം, അവര് സന്തോഷം, ഓരോ നിമിഷവും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് സന്തോഷം അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിയുന്നു. ഈ ഭൗതിക ലോകത്തിലും ഭക്തന്മാർക്ക് മുക്താത്മാക്കളാക്കാം എന്ന് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഭക്തിയുടെ സേവനവും നമ്മുടെ നാമജപവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും മുക്താത്മാക്കളെന്ന് വിളിക്കപ്പെടാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതാ പറയുന്നത്, ജീവസത്തകൾ അവിടുത്തെ ആത്മീയ സ്ഫുലിംഗങ്ങളായതിനാൽ അവിടുന്ന് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലെ പരമോന്നതനായ ആത്മാവാണ്. ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുമ്പോൾ പരമ ആത്മാവാണ്, സൂപ്പർ സോളിനെയാണ് അങ്ങനെ പറയുന്നത്. ഭഗവാൻ നമ്മൾ എന്താണ്, ജീവാത്മാക്കൾ അവിടുത്തെ ആത്മീയ സ്ഫുലിംഗങ്ങളാണ്. തടസ്സശക്തികളായ ജീവാത്മാക്കള് ഭഗവാന്റെ തന്നെ ആത്മീയ സ്ഫുലിംഗങ്ങളാണ്. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സ് ആണ് നമ്മൾ, ഭഗവാന്റെ അംശമാണ്. അപ്പൊ അതുപോലെ അധ്യാത്മിക ലോകങ്ങളെ പരമോന്നതനായ ആത്മാവെന്ന് പറയുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നു. പിന്നെന്താണ്, നമ്മൾ ശരിക്കും ഭൗതിക ലോകത്തേക്ക് വന്നത് മുതലാണ് അശുദ്ധരായത്. ഈ ഭൗതിക പദാർത്ഥങ്ങളിന്മേൽ ആധിപത്യത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട ജീവൻ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് ആത്മാക്കളിൽ കുറച്ചു പേർക്ക് ഒരു വേള ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും ഭക്തിയുടെ ഭഗവത് സേവനത്തെ കുറിച്ച് അറിയാനും ഭാഗ്യം ലഭിക്കും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വിത്ത് പോലെയാണ് ഭക്തിയുടെ സേവനം. ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന സത്സംഗമാകുന്ന വെള്ളവും വെളിച്ചവും ഒക്കെ, വിത്തും വെള്ളവും വളവും ഒക്കെ കൊണ്ട് ഈ ഭക്തി എന്ന ആ ലത, ആ വിത്ത് മുളച്ച് ക്രമേണ വളർന്ന് അത് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരബ്യോമത്തിലെ ബ്രഹ്മജ്യോതിയിലെത്തും. തുടർന്ന് ഗോലോക വൃന്ദാവനത്തിലേക്ക് ആ ഭക്തിലത വളർന്ന് കയറും. അവിടെ നിന്ന് അവസാനം ശ്രീകൃഷ്ണപാദാരബന്ധത്തിലെത്തി അത് വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചൈതന്യ ചരിതാമൃത മധ്യലീലയിലെ 19ാമത്തെ വരിയിലാണ് ഇത് പറയുന്നത്. അവിടെയാണ് ഈ ലതയെപ്പറ്റി, ഈ ഭക്തി ലതയെപ്പറ്റി പറയുന്നത്. അങ്ങനെ ഭഗവാനെ നമുക്ക് ശരിക്കും പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ വേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഭക്തന്മാരുടെ കാരുണ്യം വേണം. അതിനാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. എന്താണ് ഭഗവാൻ? ആരാണ് ഭഗവാൻ? നമ്മൾ ആരാണ്? ഭഗവാനും നാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് വന്നത്? എങ്ങനെ തിരിച്ചു പോകണം? എന്താണ് ഈ ജനനം? എന്താണ് ഈ മരണം? എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് സുഖിക്കുന്നു? ഇതിൽ നിന്നും എങ്ങനെ മോചനം നേടാം? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നത് ഭക്തന്മാരുടെ കാരുണ്യത്താലാണ്. പിന്നെ ഭക്തന്മാരുടെ കാരുണ്യത്തിലൂടെ ഈ അറിവെല്ലാം ലഭിച്ച് നാമമൊക്കെ ജപിച്ച് നമ്മൾ ഒരു ഗുരുവിനെ പ്രാപിക്കുന്നു. അങ്ങനെ ഗുരുവിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ മാറ്റി നമ്മളെ ഒരു പരിശുദ്ധാത്മാവായിട്ട് മാറ്റി നമ്മൾ പൂർണ്ണതയിലേക്ക് വരുന്നു. അങ്ങനെ കൂടുതൽ കൂടുതൽ ഭക്തിയിൽ നമ്മൾ ഏർപ്പെടുന്നു. നമ്മുടെ വിശ്വാസം അടിയുറയ്ക്കുന്നു. അങ്ങനെ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ നന്നായിട്ട് സേവനം ചെയ്ത് നന്നായിട്ട് ജീവിച്ച് നമ്മുടെ ബോധമണ്ഡലത്തെ ഭഗവാനിൽ എത്തിക്കുന്നു. നമ്മൾ അങ്ങനെ ബോധമണ്ഡലത്തെ എത്തിക്കുമ്പോൾ നമ്മൾ ഏത് സമയത്ത് മരിച്ചാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മൾ മരിക്കുമ്പോൾ ബോധത്തിൽ എപ്പോഴും ഭഗവാൻ വന്ന് നിറയും. അതാണ് നമ്മുടെ ജപത്തിന്റെയും സേവനത്തിന്റെയും ഒക്കെ പ്രധാന ലക്ഷ്യം തന്നെ. കാരണം മരണസമയത്ത് നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു അതായിത്തീരുമെന്നാണ്. അന്ത്യകാലേജ മാമേവ സ്മരൻ മുക്ത കളയബരം. നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു അതായി മാറുമെന്നാണ്. ഇപ്പം നമ്മുടെ ജഡഭരതന്റെ കഥ ഭാഗവതത്തിലുണ്ട്. അതിന് പറയാൻ സമയമില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അപ്പോൾ എന്തിനെ കുറിച്ച് നമ്മൾ മരണസമയത്ത് ഓർക്കുന്നുവോ അതായിട്ട് തീരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഭഗവത്ഗീതയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മണ്ഡലത്തിലേക്ക് ഭഗവാന്റെ രൂപവും ഭഗവാന്റെ നാമവും എല്ലാം കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ എത്തണം. അതിനാണ് നമ്മൾ നന്നായിട്ട് ജപിക്കേണ്ടതും നന്നായിട്ട് സേവനത്തിൽ ഏർപ്പെടേണ്ടതും നന്നായിട്ട് വായിക്കേണ്ടതും നന്നായിട്ട് എന്താ പറയുക ഭഗവാന്റെ ധാമങ്ങളൊക്കെ പോയി ഭഗവാന്റെ ലീലകളൊക്കെ ആസ്വദിക്കേണ്ടതൊക്കെ. അങ്ങനെ നമ്മൾ ആ ഒരു
തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മരണം നമുക്ക് ഏത് സമയത്ത് വന്ന് പിടികൂടിയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളൊന്ന് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരികെ പോകാനും പറ്റും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ എന്റെ മറുപടി തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാംസ് പ്രഭുജി. ഈ നമ്മൾ സീറോ ബാലൻസ് ആയിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. യാതന ശരീരമൊക്കെ എടുത്ത് നമ്മൾ ഹെല്ലിൽ പോയി എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ തിരിച്ച് സീറോ ബാലൻസിലാ വരുന്നതെന്ന് വെച്ചാല് പിന്നെ എന്തിനാ നമുക്ക് വെവ്വേറെ ശരീരങ്ങള്? മാതാജി, നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവിടെ അനുഭവിച്ചു. പക്ഷെ എങ്കിലും നീതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിവിടെ കൊന്ന ഇപ്പൊ നമ്മളൊരു ഉദാഹരണം, ഒരു കോഴിയെ കൊന്നിരിക്കട്ടെ. ആ കോഴി എന്ത് കുറ്റമാണ് ചെയ്തത്? ആ കോഴിക്ക് തിരിച്ച് നമ്മളെ കൊല്ലാനുള്ള ഒരു അവസരം അവിടെ തുറന്നു കിട്ടുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇയാൾ വീണ്ടും അയാളുടെ ആഗ്രഹം, അയാൾ ചെയ്ത കർമ്മങ്ങള്, അയാളുടെ ഒക്കെ അനുസരിച്ച് ഇപ്പം ഇപ്പം ചിലരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മക്കള് എന്താ പറയും, ശത്രുക്കളായിട്ട് വന്ന് പറക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം മക്കളോട് ഒരച്ഛനമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അവർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം സഹിക്കേ നിവർത്തിയുള്ളൂ. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തോ ക്രൂരമായ അപരാധങ്ങൾ ചെയ്തവരാകണം നമ്മുടെ മക്കളായിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് പിറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമുക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം കാണും, പക്ഷെ കൊല്ലാൻ പറ്റില്ല. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ പറയുന്ന ജീവികൾക്കെല്ലാം ഒരു കുറ്റവും ചെയ്യാതെയാണല്ലോ ഇയാൾ കൊന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അയാള് അതിന്റെ ഒരു ശിക്ഷ അവിടെ അനുഭവിക്കും. സ്വാമി, ഇന്നത്തെ കാലത്ത് തിരിച്ചല്ലേ സംഭവിക്കുന്നത്? കുട്ടികളല്ലേ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നത്. അപ്പൊ അതും കർമ്മമാണ്. അതിനും കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് അങ്ങനെയുള്ള മക്കൾ വന്ന് ജനിക്കണമെങ്കിൽ ആ രീതിയിലുള്ള കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. അതായത് കുട്ടികൾ കൊണ്ടുപോയിട്ട് അച്ഛനമ്മമാരെ കൊണ്ട് ഇങ്ങനെ ആശ്രമത്തിൽ കൊണ്ട് ഈ എന്താണ് പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള വയോമന്ദിരത്തിൽ കൊണ്ടുവിടുന്നു. അവരെ നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെ തിരിച്ച് ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് തന്നെ അതിന് അർത്ഥമുണ്ടല്ലോ. ശത്രുക്കളാണ് മക്കളായിട്ട് പറക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ജന്മത്തിലെ നമ്മൾ ഇതുപോലെ എന്തോ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തവരാണ് അവര് നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാതെ പോകുന്നത്. നമ്മൾ എന്ത് തന്നെ അവർക്ക് കൊടുത്താലും, എത്ര വീട് വെച്ച് കൊടുത്താലും, എത്ര ബാങ്ക് ബാലൻസ് ചെയ്താലും, എത്ര വസ്തുക്കൾ വാങ്ങിച്ചു കൊടുത്താലും, എത്ര അവരെ പഠിപ്പിച്ച് വലിയ വലിയ ജോലികൾ നേടിക്കൊടുത്താലും, ചില മക്കള് ഈ പറയുന്ന ഇതിനേറെ കൊല്ലുന്നവര് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ല. അച്ഛനെ കോടാലി കൊണ്ട് അടിച്ചു കൊന്നു, അമ്മയെ ഇടിച്ചു കൊന്നു, അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറില്ലേ? ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഉത്തരം ഇത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, കർമ്മമാണ്. കർമ്മം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ, അപ്പൊ മക്കളായാലും ശരി, അച്ഛനായാലും ശരി, അച്ഛന് അങ്ങനെയുള്ള മക്കൾ വന്ന് പിറക്കാൻ കാരണം അച്ഛന്റെ കർമ്മമാണ്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ ചിലപ്പോ നമ്മൾ തന്നെ ചിന്തിക്കുക, ചിലർ പറയും എന്റെ അച്ഛൻ ഒരു കള്ളുകുടിയൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതെന്ന് അറിയാമോ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഇയാളുടെ കർമ്മം അനുസരിച്ചാണ് അങ്ങനെ ഒരു അച്ഛന്റെ പുത്രനായിട്ട് ഇയാൾക്ക് ജനിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇയാൾ അങ്ങനെ അല്ലാത്തൊരച്ഛന്റെ പുത്രനായിട്ടും അല്ലെങ്കിൽ ഒരു അമ്മയുടെ പുത്രനായിട്ട് ജനിക്കുമായിരുന്നു. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മയെ കിട്ടിയെങ്കിൽ അതിന്റെ കാരണവും ഞാൻ തന്നെയാണ്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. എല്ലാം ഇങ്ങനെ പരസ്പര ബന്ധമുണ്ട്. അതുപോലെ ഈ പറയുന്ന ജന്മനാല് തന്നെ ഇങ്ങനെ എന്താ പറയാ മന്ദബുദ്ധികളായിട്ട് ജനിക്കുന്നത്, അവരെ കൊണ്ട് ഈ മാതാപിതാക്കളൊക്കെ സങ്കടപ്പെടുന്നത്, അതെല്ലാം കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മമാണ്. ഈ ഗരുഡപുരാണത്തില് ഈ കർമ്മത്തെക്കുറിച്ചും കർമ്മബന്ധനങ്ങളെക്കുറിച്ചും അതിന്റെ അത് കഴിഞ്ഞുള്ള ജനനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ തൃശ്ശൂര് ഒരു ക്ഷേത്രമുണ്ട്, ശ്രീരാമക്ഷേത്രമാണെന്ന് തോന്നുന്നത്, ഞാൻ ഓർക്കണില്ല അതിന്റെ പേര്. അവിടെ ചുവർ ചിത്രങ്ങള് മൊത്തം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കുറ്റം ചെയ്താൽ ഇന്ന ശിക്ഷ, ഇന്നതായിട്ട് ജനിക്കേണ്ടി വരും എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് അതിനകത്ത് മൊത്തം പതിച്ചിട്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വേണമെങ്കിൽ ഞാൻ പറയാം.
നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ക്ഷേത്രം തന്നെയുണ്ട്. കാരണം ഇന്ന ശിക്ഷ, ഇന്ന കുറ്റത്തിന് അടുത്ത ജന്മത്തിൽ എന്തായിട്ട് ജനിക്കും. ഇപ്പം ഈ ചെരുപ്പ് മോഷ്ടിക്കുന്നവർ, ഉദാഹരണം, അമ്പലത്തിൽ നിന്ന് ചെരുപ്പ് മോഷ്ടിക്കുന്നവന്റെ അടുത്ത ജന്മത്തിൽ ഈ കാലില് ഇങ്ങനെ എന്താ പറയാ, ആണി രോഗം, മന്ത് രോഗം ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ജനിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരോ, അത് എന്താണ് കർമ്മ, അവിടുത്തെ ഇത് കഴിഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കണം, അവിടുത്തെ നരക യാതനയൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ട് ജനിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ കുറ്റവും അവിടെ കൊണ്ട് തീരുന്നില്ല. അവർക്ക് ഡബിൾ എമൗണ്ട് ആണ് പണിഷ്മെന്റ്, ഇല്ലയോ? എന്താ, അവർ ഡബിൾ എമൗണ്ട് പണിഷ്മെന്റ് ആണ് കിട്ടുക. അതെ അതെ അതെ, പണിഷ്മെന്റ് ആണ് കിട്ടുക. അത് പ്രഭുജി, എനിക്ക് ആ കോറിലേഷൻ കിട്ടുന്നില്ല. നമ്മള് ഹെല്ലിൽ പോയി അനുഭവിക്കുകയും വേണം, പിന്നെ ഇവിടെ പിന്നെയും അതെന്താ മാതാജി പറഞ്ഞ പോലെ ഡബിൾ പണിഷ്മെന്റ് ആണോ? ഡബിൾ പണിഷ്മെന്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്തായാലും ഇതുണ്ട്. ഗരുഡപുരാണം ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തില് ഈ പറയുന്ന 28 നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഗരുഡപുരാണത്തിൽ മെയിൻ 28ഓളം വിഷയങ്ങളാണ് അതിൽ പറയുന്നതെങ്കിലും അതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം മനുഷ്യന് നേരിടേണ്ട അവസ്ഥ, സ്വീകരിക്കേണ്ട ശരീരങ്ങള്, പിന്നെ നരകവർണ്ണന, നരകത്തിലെ ശിക്ഷകള്, അത് കഴിഞ്ഞുള്ള അവന്റെ അവസ്ഥ, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഗരുഡന് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗരുഡപുരാണം എന്ന് പറയുന്നത്. 11,000ഓളം ശ്ലോകങ്ങളാണ് അതിലുള്ളത്. വ്യാസദേവന്റെ ഒരു കൃതി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതില് ഈ ഗരുഡപുരാണത്തിലെ മെയിൻ കണ്ടന്റിന് അതാണ്. അതുപോലെ ഭാഗവതത്തിലും 5-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. സത്യമാണ്. ഈ ഭാഗവതത്തിൽ ഇതുള്ള കാരണം ഞാൻ ആ ചാപ്റ്റർ വായിക്കാറില്ലായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് പേടിയായിരുന്നു ഇതൊക്കെ വായിക്കാൻ. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ വായിക്കാൻ എടുത്തു വെച്ച് കുറച്ച് വായിച്ചപ്പോ ഞാൻ ഇതൊക്കെയാണോ ഭാഗവതത്തിലൊക്കെ എഴുതി വെക്കുക, ഞാനതൊന്നും വായിക്കത്തില്ല എന്ന് പറഞ്ഞ് കിടന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ വഴക്ക് പിടിക്കും. അപ്പൊ അമ്മ പറയും, നീ എന്തിനാ മോളെ അതൊക്കെ വായിക്കാൻ പോയി, നീ അതിന് പകരം കൃഷ്ണലീല എടുത്ത് വെച്ച് വായിക്കുക, കണ്ണന്റെ ലീല അങ്ങ് വായിച്ച് നീ അങ്ങ് രസിക്കുക എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഭാഗവതം വായിക്കുന്ന ഇന്ന് വരെ എനിക്ക് ആദ്യത്തെ കുറെ പേജുകൾ ഇന്ന് വരെ വായിക്കാൻ സാധിച്ചിട്ടേ ഇല്ല. ഇന്ന് ഞാൻ വായിച്ചിട്ടില്ല. അത് എനിക്ക് ഓർക്കുമ്പോഴേ എന്തോ ഒരു പേടിയാണ്. പേടിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ സത്യമാണ്. ഇതെല്ലാം നമുക്ക് നിലവിലുള്ളത് തന്നെയാണ്. പ്രഭു പറഞ്ഞ് പേടിപ്പെടുത്തി. ഞാൻ പേടിപ്പെടുത്തിയതല്ല, ഞാൻ ഈ ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു പോയെന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പേടിക്കുന്ന ഒരു അവസ്ഥ വരും. അത് ഗരുഡപുരാണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഞാൻ ഇപ്പം 1-2 ചെയ്തു. ഗരുഡപുരാണത്തിലെ ഈ കണ്ടന്റ് മാത്രം ഒരിടത്ത് ക്ലാസ് എടുത്ത് 6:45 തുടങ്ങി 10 മണിയായി തീർന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ വല്ലാണ്ട് ഭ്രമിച്ച് ടെൻഷൻ അടിച്ച് അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ കുറെ പേർക്ക് ഭയങ്കര പേടിയായി. കുറെ പേര് വെജിറ്റേറിയൻ വരെ ആയി. കുറെ പേര് അത് പലയിടത്തും പല രീതിയിലാണ് പ്രതികരണം ഉണ്ടാക്കുന്നത്. കുറെ പേർക്ക് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഓടിയവരും ഉണ്ട് പേടിച്ച്. കുറെ പേര് അവര് ഭക്തരായി, പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് തന്നെ വന്നു. കുറെ പേര് വെജിറ്റേറിയനെങ്കിലും ആയി. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഭാഗവതമൊക്കെ പ്രേമഭക്തിയാണെങ്കിൽ ഗരുഡപുരാണം ഭയത്തിലൂടെയെങ്കിലും ഭക്തിയിലേക്ക് അവർ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇതൊക്കെ ഒരാൾ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി, ഇങ്ങനെ നിങ്ങൾ ഭൗതിക ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കണം വേണ്ട, ക്രിസ്ത്യാനികളൊക്കെ ഈ നരകത്തെയും സ്വർഗത്തെ കുറിച്ച് പറയും പോലെ ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ പുള്ളി അത് അത് ശരിയല്ല, ഭാഗവതം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല, അത് വ്യാസദേവൻ സമയം പോകാത്തതുകൊണ്ട് ടെൻഷൻ, പുള്ളിക്ക് പിന്നെ സമാധാനം സന്തോഷം കിട്ടാത്തതുകൊണ്ട് നാരദ മുനി പറഞ്ഞതുകൊണ്ട് എഴുതിയതാണ്, യഥാർത്ഥത്തിൽ ഇത് നടന്നതല്ല. അപ്പം പിന്നെ ഞാൻ വീണ്ടും തർക്കിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഭഗവത്ഗീത വിശ്വസിക്കാമെന്നായി. അപ്പം പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന ഭഗവാൻ അത് ഭാഗവതത്തിലാണ്, ഭഗവാന്റെ ജീവചരിത്രം മൊത്തം എഴുതിയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി പിണങ്ങിപ്പോയി. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടത്തും ക്ലാസ് എടുത്തപ്പോൾ നടന്നിട്ടുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത്യാവശ്യം ആ ഒരു 1-2 പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഗരുഡപുരാണം കംപ്ലീറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല, ഭയങ്കര പേടിയാവും. ഭാഗവതത്തിൽ 5-ാം സ്കന്ധം ആയാലും അങ്ങനെ തന്നെ, അത് വായിച്ചാൽ ഭയങ്കരമായിട്ട് പേടി വരും. പേടി വരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ഇതൊക്കെ സത്യങ്ങളാണ്. നമ്മളിപ്പം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ദേഹത്ത് ഒരാള് ഇപ്പൊ നമ്മളെ കൊല്ലുകയും തിന്നുകയൊന്നും വേണ്ട, നമ്മളെ ഒന്ന് ഒരു ബ്ലേഡ് കൊണ്ടൊന്ന് പോറാൻ വന്നാൽ നമ്മൾ നിന്ന് കൊടുക്കുമോ, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. കാരണം നമുക്ക്
നമുക്ക് വേദന ഉള്ളതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും വേദന എന്ന് പറയുന്ന സംഭവമുണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ ജീവൻ വിലപ്പെട്ടതുപോലെ എല്ലാ ജീവജാലത്തിനും, ഉറുമ്പിനായാലും പുഴുവിനായാലും പക്ഷിക്കായാലും പശുവിനായാലും എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ വിലപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ഇത്രയും ആയിരക്കണക്കിന് നദികളും 10,000-കണക്കിന് സസ്യ ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഈ പശുവിനെയും കോഴിയും ആടിനെയും ഒക്കെ പിടിച്ച് തിന്നുകയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊന്നും ഇല്ലാത്ത സൗദി അറേബ്യയിലും മണലാരണ്യത്തിൽ കഴിച്ചാൽ അതിന് പിന്നെ ഒരു ന്യായീകരണമുണ്ട്. കാരണം അവനൊന്നും കഴിക്കാൻ പറ്റിയില്ല, ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്നെങ്കിലും പറയാം. ഇതിപ്പോ നമുക്ക് അങ്ങനെയല്ല. ഭാരതഭൂമിയിൽ ജനിച്ച മഹാഭാഗ്യവാൻ ചെയ്തവരാണ് നമ്മളൊക്കെ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് കുറവ്? നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലേ? അപ്പോൾ അത് നമ്മൾ ആസ്വദിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഭഗവാനെ നിവേദിച്ച് പ്രസാദമാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള എല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും പോരാ. നമുക്ക് ഈ വൃത്തികെട്ട മണമുള്ള മാംസവും പിന്നെ അതൊക്കെയാണ് നമുക്ക് താല്പര്യം. അങ്ങനെ ചെയ്യുന്നത് മഹാക്രൂരതയാണ്. ഇപ്പോൾ ഒരു അച്ഛന് 5 മക്കളുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാൾ ഒരു മന്ദബുദ്ധിയായിപ്പോയി. ഏതോ അന്ന് കരുതി ബാക്കി ബുദ്ധിമാന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആ മന്ദബുദ്ധി അടിച്ചു കൊന്നാൽ ആ അച്ഛന് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? അത്രയും ചിന്തിച്ചാൽ മതി. ഒരിക്കലും ഒരച്ഛനും അമ്മയും അത് അംഗീകരിക്കില്ല. ബാക്കി കൊന്ന മക്കളെ അവരെല്ലാം അച്ഛനും അമ്മയും കൂടെ ചേർന്നു അവരെയും കൂടെ വേണമെങ്കിൽ കൊല്ലും. കാരണം സ്വന്തം മക്കളെ കൊല്ലാൻ ഒരച്ഛനും അമ്മയെ സമ്മതിക്കില്ല. നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ അദ്വൈതാചാര്യരുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ കഥയിൽ ഈ സംഭവം വരുന്നുണ്ട്. പ്രഭു ഒരു ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞ അമ്പലം കൂടൽമാണിക്യ ക്ഷേത്രമല്ലേ പ്രഭു? കൂടൽമാണിക്യ ശ്രീരാമക്ഷേത്രമാണ്. പ്രഭു, ഈ ബുദ്ധിമാന്യം ഉണ്ടാവുന്ന കുട്ടികൾ ജനിക്കാനുണ്ടാവുന്ന കാരണം എന്തായിരിക്കാം? കഴിഞ്ഞ ജന്മത്തിൽ സ്വയം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ സ്വന്തം ബുദ്ധി കൊണ്ട് ചതിക്കുന്ന, ഇപ്പൊ ചിലർക്ക് അറിയാലോ, നിരപരാധികളും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ മുദ്രപത്രമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഒപ്പിട്ട് അവരുടെ വസ്തുവകകൾ തട്ടിയെടുക്കല്. പിന്നെ അപ്പൊ ആ ബുദ്ധിമാന്യം ഉണ്ടാവുന്ന കുട്ടികളല്ലല്ലോ സഹിക്കുന്നത്, അതിലും കൂടുതൽ അവരുടെ മാതാപിതാക്കളല്ലേ സഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ, കാരണം ആ മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടതായ കർമ്മങ്ങൾ അവർക്കും കിടക്കാണ്. അങ്ങനെയുള്ളവർക്കേ വരത്തുള്ളൂ, അല്ലാതെ എല്ലാവർക്കും വരില്ല. അവർക്ക് ഇങ്ങനെയുള്ള മക്കളായിട്ട് ജനിക്കാൻ വേണ്ടതായ കർമ്മങ്ങൾ അവരും ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ലിങ്കായി കിടക്കുകയാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ വാസനകള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മൾ ചെയ്ത കർമ്മങ്ങള്, പാപഫലങ്ങൾ, ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ടാണ് നമുക്ക് പുതുതായിട്ട് ഒരു ശരീരം ലഭിക്കുന്നത്. അല്ലാതെ സ്വയം വന്നങ്ങ് ജനിക്കുന്നതല്ല. അപ്പൊ നമുക്ക് നല്ലൊരു അച്ഛനെ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പുത്രിയെ കിട്ടുന്നതും എല്ലാം കർമ്മങ്ങളാണ് കാരണം. അത് അത് വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ പ്രഭു പറയുന്നത് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടും മന്ദബുദ്ധികളായിട്ടും ഒക്കെ കുട്ടികളൊക്കെ ജനിക്കുന്നത് ബേസിക്കലി അവരുടെ മാതാപിതാക്കളും വർഷങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതകാലം കഷ്ടപ്പാടുകൾ. ആ കുട്ടിയുടെ കർമ്മവും ബാധിക്കാം, അവരുടെ അച്ഛനമ്മമാരുടെ കർമ്മവും ബാധിക്കാം, രണ്ടും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ പറയും നമ്മുടെ അച്ഛന് മോശമായത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്മ മോശമായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അച്ഛനമ്മയെ കിട്ടി? അല്ലെങ്കിൽ ചിലർ എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി, അപ്പൊ തൊട്ടടുത്ത വീട്ടില് അവൻ വളരെ കഷ്ടപ്പെട്ട് നല്ലവണ്ണം പഠിച്ച് നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കും, നല്ല ജോലിയൊക്കെ നേടി ജീവിക്കുന്നു. നമ്മുടെ മക്കൾക്ക് എല്ലാം കൊടുത്തിട്ടും അവർ പഠിക്കുന്നില്ല, അവര് താൻ തോന്നിയാകുന്നു, അവര് കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയാകുന്നു. എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ആകുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് കാരണം ഇത്രയേ ഉള്ളൂ, കർമ്മം എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും, ഈ ജനിച്ച പുത്രനും അല്ലെങ്കിൽ പുത്രിക്കും ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് റിലേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും കിട്ടണം, ഇങ്ങനെയുള്ള മക്കളെയും കിട്ടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമായിട്ടാണ് അവർ വന്ന് ജനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുറിയിലിരുന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നിരിക്കട്ടെ, അപ്പൊ ആ മുറിയിൽ വേറെ സിഗരറ്റ് വലിക്കാത്ത കുറെ പേരുണ്ട്. പക്ഷെ ഇതിന്റെ ദോഷം അവർക്കും കിട്ടും, ഇല്ലേ? അവരൊന്നും ചെയ്തിട്ടുമില്ല, കുറ്റം ചെയ്തിട്ടുമില്ല, പക്ഷെ അവർക്കും ഇതിന്റെ ഫലം. കാരണം എന്തുകൊണ്ട് അവർ ആ ഒരു മുറിയിലായി എന്നുള്ളതാണ്. അപ്പൊ അതിന്
കർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവർ മാത്രം ഇപ്പം ചില ഗുരുവായൂരോ അല്ലെങ്കിൽ ഇങ്ങനെ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആക്സിഡന്റിൽ പെട്ട് മതി, നമ്മൾ പറയുമോ ഈശ്വരനുണ്ട് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം കർമ്മത്തെ ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ ഗുരുവായൂർ പോയാലും പോയില്ലെങ്കിലും നമ്മുടെ കർമ്മം, എത്ര പേര് ഒരുമിച്ച് മരിക്കാനുള്ളതാണെങ്കിൽ മരിച്ചിരിക്കും. നമ്മൾ ആ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കും, അല്ലെങ്കിൽ ആ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കും. കാരണം നമുക്ക് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് നമ്മുടെ കർമ്മം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഹരേ കൃഷ്ണ. പ്രഭുജി, ഇനിയൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ കേട്ടോ പ്രഭുജി. നിത്യഭക്തർ, നിത്യമുക്തർ. അപ്പൊ നിത്യ എന്നുള്ള വാക്ക് കാരണം നമ്മൾ വി ആർ ഓൾവേസ് ഭക്ത അല്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഈ തടസ്സ ശക്തിയാണ്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്കും പോകാം, ഭൗതികത്തിലേക്കും തിരിയാം. ഏതിൽ തിരിയണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, ലിമിറ്റഡ് ഫ്രീഡം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ എങ്ങനെയാകുമെന്നുള്ള അറിവ്, വിജ്ഞാനം, വേദങ്ങള്, ശാസ്ത്രങ്ങള്, ആചാര്യന്മാര്, ഗുരുക്കന്മാര് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങൾക്കാണ്. അതിന് ഭഗവാൻ പുറകെ വന്ന് നിങ്ങളെ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പം കൃഷ്ണൻ ഗീത ഉപദേശിച്ചിട്ട് അർജുൻ്റെ അടുത്ത്, അർജുന നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും, പിന്നെ മേലെ നിന്റെ കൂടെ മിണ്ടൂല എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് സത്യങ്ങള്. നിനക്ക് ഇനി എന്താ പറയാ, ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞത്. അവിടെ ചിന്തിക്കേണ്ടെന്നോ തീരുമാനം എടുക്കാനെന്നത് നീ അല്ലെന്നോ ഒന്നും അല്ല. ജീവാത്മാക്കൾക്ക് പരിമിതമായ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് എന്നെ പോലെ ഇതേ സാഹചര്യത്തിലുള്ള ആൾക്ക് ഇതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് വരാൻ പറ്റി, അല്ലെങ്കിൽ ചിലർ നേരത്തെ മരിക്കുന്നു, ഇതൊക്കെ എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ഈ വഴിയിലേക്ക് തന്നെ എത്തും. ബഹുനാ ജന്മനാമന്ത ജ്ഞാനമാം പ്രവർത്തിയില്ല. അത് ചിലർക്ക് കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തെന്ന് വരാം. ചിലർക്ക് നേരിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ ഈ ഭൗതിക പദാർത്ഥങ്ങളിലൂടെ ഉള്ള ആധിപത്യത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട ജീവൻ ഇങ്ങനെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കോടിക്കണക്കിന് ആത്മാക്കളിൽ കുറച്ചു പേർക്ക് ചിലപ്പോൾ ഒരു ഭക്തന്റെ, ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും ഭക്തിയുത സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അങ്ങനെ നമ്മൾ ആ ഭക്തിയിൽ എത്താനും ഭഗവത്ഗീത വായിക്കാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും പടിയായിട്ട് ഭക്തിയിൽ ഉയരാനും ക്രമേണ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവരാനും, അങ്ങനെ മരിക്കുമ്പോൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദമോ തീർത്ഥമോ കഴിച്ചുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് പിന്നെ ജനന മരണ ദുരിതങ്ങളൊന്നുമില്ലാത്ത ഭഗവാന്റെ ശാശ്വതമായ ധാമത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. വേറെ മണി 6:10. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഡിസ്കഷൻസ് ആയിരുന്നു. താങ്ക് യു പ്രഭു. വളരെ നന്നായിട്ട് അതിന് ആൻസർ ചെയ്തു. താങ്ക് യു പ്രഭു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇന്നും പ്രതീക്ഷിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരി ബോൽ. ഹരി ബോൽ. വാഞ്ചാ കൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत वैष्णव वृंद की जय. रामाचार्य हरिदास ठाकुर की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. गौर प्रेमानंद. हरि हरि बोल. हरे कृष्ण.